ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വീടിനെ ഒരു ട്രോപ്പിക്കൽ ലുക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഫേൺസിൻ്റെ കിടിലൻ കളക്ഷനാണ്. അപ്പോൾ ഫേൺസ് വളർത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ചിന്തിക്കുന്നവർ അത് മനസ്സിൽ നിന്ന് എടുത്തു കളയുക. കാരണം ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായിട്ടും അടിപൊളിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു കിടിലൻ പ്ലാന്റ് തന്നെയാണ് ഫേൺസ്. ആവശ്യത്തിന് സൂര്യപ്രകാശവും കുറച്ച് ഈർപ്പം മാത്രം മതി നമ്മുടെ ഈ ചെടിക്ക് വളരാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫേൺസ് കളക്ഷനിൽ ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് ബേർഡ്സ് നെസ്റ്റ് ഫേൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റീപോർട്ടിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപ്. ഏറ്റവും കുറവ് കെയർ കൊടുത്ത് വളർത്തിയ വെറൈറ്റി തന്നെയാണിത്. ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് തന്നെ ഡിഫറെൻ്റ് ആണ് കേട്ടോ കെയറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇലകൾ നല്ല ഗ്ലോ ചെയ്തൊക്കെ നിൽക്കണമെങ്കിൽ പാർഷ്യൽ ഷെയ്ഡുള്ള പോർഷനിൽ തന്നെ നമ്മുടെ ചെടിയെ വെക്കുക. അതുപോലെ തന്നെ മരത്തിൻ്റെയൊക്കെ ചുവട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ചെടിയാണ്. മാത്രമല്ല കണ്ടിന്യൂസ് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലൊരു കെയർ കൊടുക്കുക. മഴവെള്ളം കണ്ടിന്യൂസ് വീഴുന്നത് ചെടിക്ക് നല്ലതല്ല. അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഫോക്സ് ടെയിൽ ഫേൺ ആണ്. നമ്മൾ ഒരുപാട് വീടുകളിൽ കണ്ടിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ തൈകൾ പെട്ടെന്ന് തന്നെ വളർന്നു വരും. അതുപോലെ ഇളം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലാണ് കേട്ടോ തൈകളൊക്കെ പെട്ടെന്ന് ഉണ്ടാവുന്നത്. നമ്മൾ എത്രമാത്രം വലിയ ചെടിച്ചട്ടിയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് തൈകൾ അതിനകത്ത് സ്പ്രെഡ് ചെയ്തുണ്ടാവാറുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു പോകുന്ന മറ്റൊരു വെറൈറ്റിയാണ് വേരിഗേറ്റഡ് ബ്രേക്ക് ഫേൺ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് കുഞ്ഞിലകളാണ്, കാണാൻ നല്ല ഭംഗിയാണ്. 2 കളേഴ്സ് വരുന്നുണ്ട്. അതുമാത്രമല്ല ഒരുപാട് തൈകൾ ഇതിനകത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് വളരും. ഇളം വെയിൽ തന്നെ മതി ഇതിനും. ഈ കാണുന്ന ഫേണ് നമ്മളെല്ലാവരും സാധാരണ കണ്ടുവരുന്ന ഒരു ഫേണാണ്, ഗോൾഡൻ ഫേണ്. ഹാങ്ങിങ് പോട്ടിലായാലും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡനിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി തന്നെയാണിത്. കുറച്ച് കൂടുതൽ കെയർ കൊടുത്ത് വളർത്തിയൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ കാണുന്ന സിൽവർ ലേഡി ഫേണ്. എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്തുവാണെങ്കിൽ ചെടിയുടെ ഇലകൾ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ വെറൈറ്റിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻഡോറിൽ ഹാങ് ചെയ്തിടുന്ന ഫേണ്. ഇത് വിൻഡോ സൈഡിൽ തന്നെ ഇടുക. ഇൻഡോറിൽ വളർത്തുന്ന ഫേണുകൾക്ക് വേണ്ടുന്ന സ്പെഷ്യൽ കെയറിംഗ് ടിപ്സ് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ ഫുള്ള് കാണുക. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ലെമൺ ബട്ടൺ ഫേൺ ആണ്. നല്ല നീളത്തിലുള്ള കൊച്ചു കമ്പുകളാണ് കേട്ടോ ഇതിനകത്തുള്ളത്. അതിനകത്ത് ചെറിയ ചെറിയ ഇലകളാണ്. പിന്നെ കുറച്ച് വെയിലുള്ള സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നത്. ഒരു 5-6 മണിക്കൂർ വെയിൽ കൊണ്ടൊന്ന് പറഞ്ഞ് വാടി വീഴുന്ന പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല. അതുമാത്രമല്ല ഇപ്പോൾ 1-2 ദിവസം ഞങ്ങൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഇലകൾക്കൊന്നും ഒരു വാട്ടവും സംഭവിക്കാറില്ല. നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ ഫേണും. ഫേൺ ഇൻഡോറിൽ വളർത്താൻ പറ്റിയ ചെടി തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ചെടിയുടെ ഇലകളൊക്കെ അഴുകി തുടങ്ങുകയും അതുപോലെ തന്നെ പെട്ടെന്ന് ചെടി നശിച്ചു പോവുകയും ചെയ്യാറുണ്ട് അല്ലേ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കെയറിംഗ് ടിപ്സാണ് ഇനി ഷെയർ ചെയ്യുന്നത്. ഈർപ്പം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെടി തന്നെയാണ് ഫേൺ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡോറിൽ വളർത്തുന്ന ഈ ചെടികൾക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുതിയ തൈകൾ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ ഈ സ്പ്രേ ചെയ്യുന്നത് പോലെ തന്നെയാണ് സൂര്യപ്രകാശം ഇതിന് കിട്ടേണ്ടത്. വിൻഡോ സൈഡിൽ നിന്ന് വരുന്ന ആ ഇളം വെയിൽ ചെടിക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇലകൾ അഴുകി തുടങ്ങും. ഇനി ഏതെങ്കിലും കാരണവശാൽ ചെടി അഴുകി തുടങ്ങുന്നു എന്ന് തോന്നിയാൽ നമ്മൾ അതിനെ ഉടൻ തന്നെ ഔട്ട്ഡോറിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മൾ പുറത്ത് വെച്ച് ഇളം വെയിലൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞ് ചെടി ഓക്കെ ആണെന്ന് ഫീൽ ചെയ്യുമ്പോൾ നമുക്കതിനെ അകത്തേക്ക് വെക്കാവുന്നതാണ്. ഇനി നമ്മൾ നമ്മുടെ ഫേൺസിനെ എപ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഫേൺസിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഏത് ചെടിച്ചട്ടിയിലാണോ നടുന്നത് ആ ചെടിച്ചട്ടിയിൽ ഒതുങ്ങി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചെടിയാണ്. അപ്പോൾ ഈ ചെടിച്ചട്ടിയിൽ തന്നെ ഒരുപാട് തൈകൾ വന്നിട്ട് അതിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി നമ്മൾ റീപ്പോർട്ട് ചെയ്യേണ്ട സമയമെന്ന് പറയുന്നത് എപ്പോഴാണോ നമ്മുടെ ചെടിച്ചട്ടിയിൽ തൈകളെല്ലാം വന്ന് ചെടി കംപ്ലീറ്റ്ലി നിറഞ്ഞു നിൽക്കുന്നത് എന്ന് തോന്നുമ്പോൾ നമ്മളതിനെ മാറ്റി നടുക. പുതിയ തൈകൾ ഉണ്ടാകുവാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചെടിച്ചട്ടി കൂടുതൽ തൈകളായി കഴിഞ്ഞാൽ തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളതിനെ റീപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി നമ്മുടെ റിപ്പോർട്ടിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെടികൾക്ക് ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ചകിരിച്ചോറ് തന്നെയാണ് അത്യാവശ്യമായിട്ട് നമ്മൾ പോട്ടിംഗ് മിക്സിൽ ചേർക്കേണ്ടത്. ഒരു 70% മണ്ണും പിന്നെ ഒരു 30%-ഓളം ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടിച്ചട്ടിയിലുള്ള മണ്ണ് എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കുക. പലപ്പോഴും ചെളിമണ്ണാണ് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ ഈ ചെളിമണ്ണ് ഇങ്ങനെ ഒരു കുഴിഞ്ഞ പരുവത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മണ്ണ് കംപ്ലീറ്റ്ലി മാറ്റിയതിന് ശേഷം നമ്മൾ ഈ പറയുന്ന പോട്ടിംഗ് മിക്സ് തന്നെ ഫില്ല് ചെയ്യുക. കഴിയുമെങ്കിൽ കുറച്ച് മണലും കൂടെ മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ചെടിച്ചട്ടിയിൽ നിന്ന് മാറ്റിയെടുത്ത ചെടിയാണ്. ഇതിനകത്ത് നിന്ന് നമ്മൾ ഓരോ തൈകളും കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഒരു കത്രിക ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ കത്തി ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഓരോ തൈകൾ ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയിലേക്ക് നമ്മുടെ തൈകളെ നട്ടുകൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ 2 തൈകളാണ് നട്ടുകൊടുക്കുന്നത്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നട്ടും തന്നെ അത്യാവശ്യമാണ്. ഡ്രെയിനേജ് ഹോൾസ് വഴി വെള്ളം പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. സോ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു സോ മച്ച്. ഇനിയും പുതിയ പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.